അധ്യായം 12. സൂറത്ത് യൂസുഫ്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 111. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റാ. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. അലിഫ് ലാം റാ. ഇത് വ്യക്തമായ ഗ്രന്ഥത്തിൽ നിന്നുള്ള വചനങ്ങളാകുന്നു. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. തീർച്ചയായും നാം ഇത് അറബിയിലുള്ള ഖുർആനായി അവതരിപ്പിച്ചു, നിങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. നബിയേ, ഈ ഖുർആൻ നാം താങ്കൾക്ക് ബോധനം നൽകിക്കൊണ്ട് കഥകളിൽ വെച്ച് അതീവ സുന്ദരമായതിനെ താങ്കൾക്ക് നാം പറഞ്ഞു തരുന്നു. മുമ്പ് താങ്കൾ ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തവരിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. യൂസുഫ് നബി തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ പിതാവേ, തീർച്ചയായും 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. പിതാവ് പറഞ്ഞു, എന്റെ പ്രിയ മകനെ, നീ നിന്റെ സ്വപ്നകഥ നിന്റെ സഹോദരന്മാർക്ക് പറഞ്ഞു കൊടുക്കരുതേ. അപ്പോൾ അവർ നിനക്കെതിരെ ഗൂഢാലോചന നടത്തും. തീർച്ചയായും പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാകുന്നു. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم. ഇപ്രകാരം നിന്റെ റബ്ബ് നിന്നെ തിരഞ്ഞെടുക്കുകയും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നിനക്ക് പഠിപ്പിക്കുന്നതുമാണ്. അവന്റെ അനുഗ്രഹം മുമ്പ് നിന്റെ പിതാക്കളായ ഇബ്രാഹീമിനും ഇസ്ഹാക്കിനും പൂർത്തിയാക്കി കൊടുത്തതുപോലെ നിനക്കും യാക്കൂബിന്റെ കുടുംബത്തിനും പൂർത്തിയാക്കി തരികയും ചെയ്യും. തീർച്ചയായും നിന്റെ റബ്ബ് സർവജ്ഞനും മഹായുക്തിമാനുമാകുന്നു. لقد كان في يوسف وإخوته آيات للسائلين. തീർച്ചയായും യൂസുഫ് നബിയുടെയും സഹോദരന്മാരുടെയും ചരിത്രത്തിൽ അതിനെക്കുറിച്ച് അന്വേഷകർക്ക് പല പാഠങ്ങളുമുണ്ട്. إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة إن أبانا لفي ضلال مبين. അവർ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യൂസഫിനോടും അവന്റെ അനുജനോടുമാണ് നമ്മുടെ പിതാവിന് നമ്മേക്കാൾ ഇഷ്ടം. നാം ആകട്ടെ പ്രാപ്തിയുള്ള ഒരു സംഘമാണ് താനും. തീർച്ചയായും നമ്മുടെ പിതാവ് വ്യക്തമായ അബദ്ധത്തിൽപ്പെട്ടിരിക്കുന്നു. اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين.
അവരിൽ ചിലർ അഭിപ്രായപ്പെട്ടു, യൂസുഫിനെ വധിക്കുകയോ ഏതെങ്കിലും ഭൂമിയിൽ അവനെ കൊണ്ടിടുകയോ ചെയ്യുക, എന്നാൽ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിഞ്ഞുകിട്ടും, അതിനുശേഷം നിങ്ങൾക്ക് നല്ല ആളുകളായി തീരുകയും ചെയ്യാം. قال قائل منهم لا تقتلوا يوسف وألقوه في غيابة الجب يلتقطه بعض السيارة إن كنتم فاعلين. അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, യൂസുഫിനെ നിങ്ങൾ കൊല്ലരുത്, ഇരുളടഞ്ഞ കിണറ്റിനടിയിലേക്ക് ഇട്ടേക്കുക, എന്നാൽ വല്ല വഴിയാത്രക്കാരും അവനെ കണ്ടെടുത്തുകൊള്ളും. വല്ലതും ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. قالوا يا أبانا ما لك لا تأمننا على يوسف وإنا له لناصحون. അവർ ചോദിച്ചു, ഞങ്ങളുടെ പിതാവേ, യൂസുഫിന്റെ കാര്യത്തിൽ അങ്ങ് ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ, തീർച്ചയായും ഞങ്ങൾ അവന്റെ ഗുണകാംക്ഷികളാണു താനും. أرسله معنا غدا يرتع ويلعب وإنا له لحافظون. നാളെ ഞങ്ങളുടെ കൂടെ മരുഭൂമിയിലേക്ക് അവനെ അയച്ചു തരിക, അവൻ യഥേഷ്ടം പഴങ്ങൾ തിന്നുകയും കളിക്കുകയും ചെയ്യട്ടെ, തീർച്ചയായും ഞങ്ങൾ അവനെ സൂക്ഷിച്ചു സംരക്ഷിച്ചുകൊള്ളും. قال إني ليحزنني أن تذهبوا به وأخاف أن يأكله الذئب وأنتم عنه غافلون. പിതാവ് പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് എന്നെ ദുഃഖിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അവനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ചെന്നായ തിന്നുപോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون. അവർ മറുപടി നൽകി, ഞങ്ങൾ ഒരു സംഘമുണ്ടായിരിക്കുമ്പോൾ അവനെ ചെന്നായ തിന്നുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ വലിയ നഷ്ടക്കാരായി തീരുമല്ലോ. فلما ذهبوا به وأجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا وهم لا يشعرون. അങ്ങനെ അവർ യൂസുഫിനെ കൊണ്ടുപോകുകയും കിണറ്റിനടിയിലേക്ക് ഇടാൻ ഒരുമിച്ച് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അവർ ആ കടുംകൈ ചെയ്തു. യൂസുഫിന് നാം ബോധനം നൽകി, അവരുടെ ഈ പ്രവൃത്തിയെപ്പറ്റി നീ തന്നെ അവരോട് പറയുന്നതാണ്, എന്നാൽ അപ്പോൾ നിന്നെ അവർ അറിയുകയില്ല. وجاءوا أباهم عشاء يبكون. രാവ് ഇരുട്ടിക്കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടവർ തങ്ങളുടെ പിതാവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين. അല്ലയോ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ പോയി മത്സരിച്ച് അമ്പെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ സാധനങ്ങൾക്കടുത്ത് യൂസുഫിനെ നിർത്തിയിരിക്കയായിരുന്നു. അപ്പോൾ ചെന്നായ വന്നു അവനെ തിന്നു. എന്നാൽ ഞങ്ങൾ എത്ര സത്യം പറഞ്ഞാലും അങ്ങ് ഞങ്ങളെ വിശ്വസിക്കുകയില്ലല്ലോ. وجاءوا على قميصه بدم كذب قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون. യൂസുഫിന്റെ കുപ്പായത്തിൽ വ്യാജരക്തം പുരട്ടിക്കൊണ്ടാണ് അവർ വന്നിരുന്നത്. അദ്ദേഹം, പിതാവ്, പറഞ്ഞു, പക്ഷേ എന്തോ ഒരു കടുങ്കൈ ചെയ്യുവാൻ നിങ്ങളുടെ സുഹൃദയങ്ങൾ നിങ്ങളെ പ്രേരിപ്പിച്ചു. നിങ്ങൾക്കത് വളരെ നല്ലതായി തോന്നി. അതുകൊണ്ട് മനോഹരമായ ക്ഷമയാണ് ഞാൻ കൈക്കൊള്ളുന്നത്. നിങ്ങൾ പറയുന്നതിന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കുവാൻ സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവൻ അല്ലാഹുവാകുന്നു. അതിനാൽ അവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. وجاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم
بما يعملون. ഒരു സംഘം യാത്രക്കാർ വരികയും വെള്ളം കൊണ്ടുവരുന്നവനെ ഈ കിണറ്റിന്റെ അടുക്കലേക്ക് അയക്കുകയും അങ്ങനെ അയാൾ തന്റെ ബക്കറ്റ് കിണറ്റിലേക്ക് താഴ്ത്തുകയും ചെയ്തു. ഹാ, എന്തൊരാനന്ദം, ഇതാ ഒരു കുട്ടി എന്നയാൾ വിളിച്ചു പറഞ്ഞു. അവനെ കരക്കെടുത്തു. അപ്പോൾ സഹോദരന്മാർ അവിടെ വന്നെത്തി. അവർ അവനെ കച്ചവടച്ചരക്കാക്കി മറച്ചുവെച്ചു. അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലാഹു നല്ലതുപോലെ അറിയുന്നവനാണ്. وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. അവർ അവനെ കുറഞ്ഞ വിലയ്ക്ക് ഏതാനും വെള്ളിത്തുട്ടുകൾക്ക് വിറ്റുകളഞ്ഞു. അവന്റെ വിലയിൽ വലിയ താൽപര്യം ഇല്ലാത്തവരായിരുന്നു അവർ. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ولكن أكثر الناس لا يعلمون. ഈജിപ്തിൽ വെച്ച് ആ യാത്രക്കാരിൽ നിന്ന് യൂസഫിനെ വാങ്ങിയ വ്യക്തി തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇവനെ മാന്യമായി താമസിപ്പിക്കുക. നമുക്ക് ഇവൻ ഭാവിയിൽ പ്രയോജനപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്കിവനെ വളർത്തുമകനാക്കാം. അങ്ങനെ യൂസഫിന് നാം ആ ഈജിപ്ഷ്യൻ രാജ്യത്ത് സൗകര്യം നൽകി. സ്വപ്നവ്യാഖ്യാനം നാം അദ്ദേഹത്തെ പഠിപ്പിക്കാനും കൂടിയാണിത്. അല്ലാഹു അവന്റെ കാര്യത്തിൽ വിജയിക്കുന്നവനാണ്. പക്ഷേ അധികം ആളുകളും ഗ്രഹിക്കുന്നില്ല. وَلَمَّا بَلَغَ أَشُدَّهُ آتَيْنَاهُ حُكْمًا وَعِلْمًا وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ. യൂസുഫ് നബി പൂർണ്ണ യൗവനദശ പ്രാപിച്ചപ്പോൾ നാം അദ്ദേഹത്തിന് വിധി കൽപ്പിക്കുവാനുള്ള യുക്തിയും ജ്ഞാനവും നൽകി. പുണ്യവാന്മാർക്ക് ഇപ്രകാരം നാം പ്രതിഫലം നൽകുന്നതാണ്. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. യൂസുഫ് ഏതൊരുവളുടെ ഭവനത്തിലായിരുന്നുവോ അവൾ അദ്ദേഹത്തിന്റെ ശരീരം ആവശ്യപ്പെട്ടു. അവൾ വാതിലടച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ വരൂ എന്ന്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവോട് ഞാൻ അഭയം തേടുന്നു. അദ്ദേഹം, നിങ്ങളുടെ ഭർത്താവ് എന്റെ യജമാനനാണ്. വളരെ നല്ല നിലക്കാണ് അദ്ദേഹം എന്നെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ വഞ്ചിക്കുകയില്ല. തീർച്ചയായും അക്രമികൾ വിജയിക്കുകയില്ല. وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَن رَّأَىٰ بُرْهَانَ رَبِّهِ كَذَٰلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ. സത്യമായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് കരുതി, തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തം കണ്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹവും കരുതുമായിരുന്നു. ഇപ്രകാരം നാം ചെയ്തത് തിന്മയും നീചവൃത്തിയും അദ്ദേഹത്തിൽ നിന്നും നാം തട്ടിക്കളയാൻ വേണ്ടിയാണ്. തീർച്ചയായും അദ്ദേഹം നമ്മുടെ ഉത്കൃഷ്ടരായ ദാസന്മാരിൽപ്പെട്ടവനാകുന്നു. واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. അവർ രണ്ടുപേരും പിടിക്കാൻ സുലേഖയും കുതറിമാറിക്കൊണ്ട് യൂസുഫും വാതിൽക്കലേക്ക് ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് വലിച്ചു കീറുകയും ചെയ്തു. രണ്ടാളും അവളുടെ യജമാനനെ, ഭർത്താവിനെ വാതിൽക്കൽ വെച്ച് കണ്ടു. അവൾ ഭർത്താവിനോട് പറഞ്ഞു, താങ്കളുടെ കുടുംബത്തെക്കൊണ്ട് തിന്മയുദ്ദേശിച്ചവനുള്ള കൂലി ജയിലിലടയ്ക്കപ്പെടുകയോ വേദനാജനകമായ മറ്റു വല്ല ശിക്ഷയും നൽകുകയോ തന്നെയാണ്. قال هي راودتني عن نفسي
وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين. അദ്ദേഹം പറഞ്ഞു, എന്റെ ശരീരം അവൾ ആവശ്യപ്പെടുകയാണുണ്ടായത്. അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സാക്ഷി സാക്ഷ്യം വഹിച്ചു. അവന്റെ കുപ്പായം മുൻഭാഗത്താണ് കീറിയതെങ്കിൽ അവൾ പറയുന്നതാണ് സത്യം. അയാൾ അസത്യവാദികളിൽ പെട്ടവനുമാണ്. وإن كان قميصه قد من دبر فكذبت وهو من الصادقين. അവന്റെ കുപ്പായം പിൻവശത്താണ് കീറിയതെങ്കിൽ അവൾ പറയുന്നത് നുണയാണ്. അദ്ദേഹം സത്യവാദികളിൽപ്പെട്ട ആളുമാണ്. فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم. എന്നാൽ യൂസുഫിന്റെ കുപ്പായം പിൻഭാഗത്ത് കീറിയതായി കണ്ടപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, തീർച്ചയായും ഇത് നിങ്ങളുടെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങളുടെ സ്ത്രീകളുടെ കുതന്ത്രങ്ങൾ വളരെ സാമർഥ്യമുള്ളവ തന്നെ. യൂസുഫ് അഅ്റിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബികി ഇന്നകി കുൻതി മിനൽ ഖാതിഈൻ. അദ്ദേഹം തുടർന്നു, യൂസുഫ്, ഇത് നീ അവഗണിച്ചു കളയുക, ആരോടും പറയണ്ട. പിന്നെ ഭാര്യയോട് പറഞ്ഞു, നീ നിന്റെ പാപം പൊറുക്കാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. തീർച്ചയായും നീ കുറ്റക്കാരിൽപ്പെട്ടവൾ തന്നെയാകുന്നു. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. പട്ടണത്തിലെ ചില കുലീന സ്ത്രീകൾ പറഞ്ഞു, അസീസിന്റെ പത്നി അവളുടെ ഭൃത്യന്റെ ശരീരം ആവശ്യപ്പെടുന്നു. തീർച്ചയായും അവനോടുള്ള പ്രേമം അവളുടെ ഹൃദയം കവർന്നിരിക്കുകയാണ്. തീർച്ചയായും വ്യക്തമായ വഴികേടിൽപ്പെട്ടവളായിട്ടാണ് നാം അവളെ കാണുന്നത്. فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم. അങ്ങനെ ആ സ്ത്രീകളുടെ കുറ്റാരോപണത്തെക്കുറിച്ച് സുലേഖ കേട്ടപ്പോൾ ആ സ്ത്രീകളെ ആളെ അയച്ചു ക്ഷണിക്കുകയും അവർക്ക് വേണ്ടി കൊട്ടാരത്തിൽ ഒരു സദ്യ ഒരുക്കുകയും ചെയ്തു. അവരിൽ ഓരോരുത്തർക്കും പഴം മുറിച്ചു തിന്നാൻ ഓരോ കത്തിയും കൊടുത്തു. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ ആ സ്ത്രീകളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുക എന്ന് സുലേഖ യൂസുഫിനോട് കൽപ്പിച്ചു. അങ്ങനെ ആ സ്ത്രീകൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മഹത്വം അവർക്ക് ബോധ്യപ്പെട്ടു. അറിയാതെ അവർ സ്വന്തം കരങ്ങൾ മുറിക്കുകയും ചെയ്തു. അവർ പറയുകയാണ്, അല്ലാഹു എത്ര പരിശുദ്ധൻ, ഇത് ഒരു മനുഷ്യനല്ല, ബഹുമാന്യനായ ഒരു മലക്കല്ലാതെ മറ്റാരുമല്ല ഇത്. قالت فذلكن الذي لمتنني فيه ولقد راودته عن نفسه فاستعصم ولئن لم يفعل ما آمره ليسجنن وليكونن من الصاغرين. അവൾ പറഞ്ഞു, സഹോദരിമാരെ, അവന്റെ കാര്യത്തിലാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിരുന്നത്. അവന്റെ ഹൃദയം വശീകരിച്ച് സ്വാധീനപ്പെടുത്തുവാൻ നിശ്ചയമായും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ ചെറുത്തു നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ കൽപ്പിക്കുന്നത് അനുസരിക്കാത്ത പക്ഷം അവൻ ജയിലിലടക്കപ്പെടുന്നതും നിന്ദിരിൽ പെട്ടുപോകുന്നതുമാണ് തീർച്ച. قال رب السجن أحب إلي مما يدعونني
إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين. യൂസുഫ് പറഞ്ഞു, എന്റെ റബ്ബേ, ഇവർ സ്ത്രീകൾ എന്നെ വിളിക്കുന്നത് ഏതൊന്നിലേക്കാണോ അതിനേക്കാൾ എനിക്ക് ഇഷ്ടകരമായത് ജയിൽ തന്നെയാകുന്നു. ഇവരുടെ കുതന്ത്രങ്ങളെ നീ എന്നിൽ നിന്നും തട്ടിത്തിരിച്ചു കളയാത്ത പക്ഷം ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകുന്നതും മൂഢരിൽ ഉൾപ്പെടുന്നതുമാണ്. فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم. അങ്ങനെ തന്റെ റബ്ബ് നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുകയും അവരുടെ കുതന്ത്രത്തെ നബിയിൽ നിന്നും തിരിച്ചു കളയുകയും ചെയ്തു. തീർച്ചയായും അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ثم بدا لهم من بعد ما رأوا الآيات ليسجننه حتى حين. ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടതിനു ശേഷവും ഒരവധി വരെ നബിയെ ജയിലിലടക്കാമെന്ന് പിന്നീട് അവർക്ക് തോന്നി. ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. ജയിലിൽ രണ്ട് യുവാക്കളും അദ്ദേഹത്തിന്റെ കൂടെ പ്രവേശിക്കുകയുണ്ടായി. അവരിലൊരാൾ പറഞ്ഞു, തീർച്ചയായും ഞാൻ മദ്യം പിഴിഞ്ഞെടുക്കുന്നതായി സ്വപ്നം കണ്ടു. മറ്റേയാൾ പറഞ്ഞു, തീർച്ചയായും ഞാൻ എന്റെ തലയിൽ റൊട്ടി ചുമക്കുകയും പക്ഷികൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നതായി സ്വപ്നം കണ്ടു. ഇതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് പറഞ്ഞു തരിക. തീർച്ചയായും താങ്കളെ ഞങ്ങൾ കാണുന്നത് പുണ്യവാന്മാരിൽപ്പെട്ട ഒരാളായിട്ടാണ്. قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون. യൂസുഫ് പറഞ്ഞു, നിങ്ങൾക്ക് സ്വപ്നത്തിൽ വല്ല ആഹാരവും നൽകപ്പെട്ടാൽ അതിന്റെ വ്യാഖ്യാനം ഫലം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരിക തന്നെ ചെയ്യും. എന്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്നതിൽപ്പെട്ടതാണത്. അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുകയും പരലോകത്ത് നിഷേധിക്കുകയും ചെയ്യുന്നവരുടെ നടപടി മാർഗത്തെ തള്ളിക്കളഞ്ഞവനാണ് ഞാൻ. واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون. എന്റെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാക്ക്, യാക്കൂബ് എന്നിവരുടെ നടപടി മാർഗത്തെയാണ് ഞാൻ പിൻപറ്റിയിരിക്കുന്നത്. അള്ളാഹുവിനോട് മറ്റൊരു വസ്തുവിനെയും പങ്കുചേർക്കൽ നമുക്ക് പാടില്ല. ഞങ്ങൾക്കും മറ്റു മനുഷ്യർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണത്. പക്ഷേ മിക്കയാളുകളും ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നില്ല. يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار. ജയിലിലെ എന്റെ രണ്ട് കൂട്ടുകാരെ, വ്യത്യസ്തങ്ങളായ ദൈവങ്ങളോ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹുവോ ആരാണുത്തമൻ? ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من
سُلْطَانٍ إِنِ الْحُكْمُ إِلَّا لِلَّهِ أَمَرَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ ذَلِكَ الدِّينُ الْقَيِّمُ وَلَكِنَّ أَكْثَرَ النَّاسِ لَا يَعْلَمُونَ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും സൃഷ്ടിച്ച പേരുകൾ മാത്രമാണ്. അവയെ ആരാധിക്കണമെന്നതിന് അള്ളാഹു യാതൊരു തെളിവും ഇറക്കിയിട്ടില്ല. വിധിക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അവനെയല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. അതാണ് ചൊവ്വായ മതം. പക്ഷേ മിക്കയാളുകളും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. يا صاحبي السجن أما أحدكما فيسقي ربه خمرا وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان ജയിലിലെ എന്റെ രണ്ട് കൂട്ടുകാരെ നിങ്ങളിൽ ഒരാൾ കള്ള് പിഴിഞ്ഞെടുക്കുന്നതായി സ്വപ്നം കണ്ട ആൾ തന്റെ യജമാനനെ മദ്യം കുടിപ്പിക്കും. മറ്റയാൾ കുരിശിൽ വധിക്കപ്പെടും. അപ്പോൾ പക്ഷികൾ അയാളുടെ തലയിൽ നിന്ന് മാംസം തിന്നും. നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിച്ച സംഗതി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. وقال للذي ظن أنه ناج منهما اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين. ആ രണ്ട് വ്യക്തികളിൽ നിന്നും രക്ഷപ്പെടുമെന്ന് താൻ കരുതിയ വ്യക്തിയോട് യൂസുഫ് പറഞ്ഞു, നീ എന്നെക്കുറിച്ച് നിന്റെ യജമാനന്റെ സന്നിധിയിൽ ഓർമ്മപ്പെടുത്തണം. എന്നാൽ തന്റെ യജമാനനെ ഓർമ്മപ്പെടുത്താൻ പിശാച് അവനെ മറപ്പിച്ചു. അതിനാൽ അദ്ദേഹം ഏതാനും വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞു. وقال الملك إني أرى 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات يا أيها الملأ أفتوني في رؤياي إن كنتم للرؤيا تعبرون. രാജാവ് ഒരു ദിവസം പറഞ്ഞു, 7 കൊഴുത്ത പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നതും 7 പച്ച ധാന്യക്കതിരുകളും അത്രയും ഉണങ്ങിയതും ഞാൻ സ്വപ്നം കണ്ടു. അല്ലയോ ഭരണമേധാവികളെ, നിങ്ങൾ സ്വപ്നവ്യാഖ്യാനം പറയുന്നവരാണെങ്കിൽ എന്റെ സ്വപ്നത്തിന്റെ പൊരുൾ പറഞ്ഞു തരിക. أضغاث أحلام وما نحن بتأويل الأحلام بعالمين. പൊയ്ക്കിനാവുകളുടെ മിശ്രിതങ്ങളാണിവ. പൊയ്ക്കിനാവുകൾ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലെന്നവർ മറുപടി പറഞ്ഞു. وقال الذي نجا منهما وادكر بعد أمة أنا أنبئكم بتأويله فأرسلون. ജയിലിലുണ്ടായിരുന്ന 2 പേരിൽ രക്ഷപ്പെട്ടവൻ പറഞ്ഞു, ഇത്രയും കാലത്തിനു ശേഷമാണവൻ യൂസുഫിനെ ഓർത്തത്. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്കറിയിച്ചു തരാം. അതിന് എന്നെ നിങ്ങൾ യൂസുഫ് നബിയുടെ അടുത്തേക്ക് അയക്കുവിൻ. يوسف أيها الصديق أفتنا في 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات لعلي أرجع إلى الناس لعلهم يعلمون. അവൻ ചെന്നു പറഞ്ഞു, ഓ യൂസുഫ്, ഓ സത്യസന്ധ, കൊഴുത്ത 7 പശുക്കളെ മെലിഞ്ഞ 7 പശുക്കൾ തിന്നുന്നതിനെപ്പറ്റിയും 7 പച്ചക്കതിരുകൾ വേറെ 7 ഉണങ്ങിയതിനെയും ഈ സ്വപ്നത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു വ്യാഖ്യാനം നൽകിയാലും ഞാൻ ജനങ്ങളുടെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലാനും അവർ അറിയാനും വേണ്ടി. قال تزرعون 7 سنين دأبا
فما حصدتم فذروه في سنبله إلا قليلا مما تأكلون. അദ്ദേഹം യൂസുഫ് പറഞ്ഞു, നിങ്ങൾ 7 കൊല്ലം തുടർച്ചയായി കൃഷി ചെയ്യുക. അങ്ങനെ നിങ്ങൾ കൊയ്തെടുക്കുന്ന ധാന്യങ്ങൾ ദുഷിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ അല്പമൊഴിച്ച് അവയുടെ കതിരുകളിൽ തന്നെ സൂക്ഷിക്കണം. ثم يأتي من بعد ذلك 7 شداد يأكلن ما قدمتم لهن إلا قليلا مما تحصنون. പിന്നീട് കഠിനക്ഷാമത്തിന്റെ 7 കൊല്ലങ്ങൾ വരും. ആ കൊല്ലങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകരുതലായി വെച്ചതെല്ലാം അവ തിന്നു തീർക്കുന്നതാണ്, നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചു വെക്കുന്ന അല്പമൊഴികെ. ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون. പിന്നെ അതിനുശേഷം ഒരു കൊല്ലം വരും, അതിൽ ജനങ്ങൾക്ക് അനുഗ്രഹവും സുഭിക്ഷിതയുമുണ്ടാകും, അതിലവർ ധാരാളം പഴസത്ത് പിഴിഞ്ഞെടുക്കുകയും ചെയ്യും. وقال الملك ائتوني به فلما جاءه الرسول قال ارجع إلى ربك فاسأله ما بال النسوة اللاتي قطعن أيديهن إن ربي بكيدهن عليم. അദ്ദേഹത്തെ യൂസുഫിനെ നിങ്ങൾ എന്റെ അടുത്ത് ഹാജരാക്കുക എന്ന് രാജാവ് കൽപ്പിച്ചു. ദൂതൻ തന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ യജമാനന്റെ അടുത്ത് തിരിച്ചു പോവുകയും സ്വന്തം കരങ്ങൾ മുറിപ്പെടുത്തിയ സ്ത്രീകളുടെ നിലപാടെന്തെന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യുക. തീർച്ചയായും എന്റെ റബ്ബ് അവരുടെ കുതന്ത്രങ്ങളെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്നവനാണ്. قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حصحص الحق أنا راودته عن نفسه وإنه لمن الصادقين. രാജാവ് ആ സ്ത്രീകളെ വരുത്തി ചോദിച്ചു, യൂസുഫിനെ വശീകരിക്കാൻ കുതന്ത്രം പ്രയോഗിച്ചപ്പോൾ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? ആ സ്ത്രീകൾ പറഞ്ഞു, അല്ലാഹു എത്ര പരിശുദ്ധൻ, ഞങ്ങൾ അദ്ദേഹത്തിൽ യാതൊരു നടപടി ദൂഷ്യവും അറിഞ്ഞിട്ടില്ല. അസീസിന്റെ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ സത്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ കുതന്ത്രം പ്രയോഗിച്ചത്. തീർച്ചയായും അദ്ദേഹം സത്യവാന്മാരിൽപ്പെട്ടവനാണ്. ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين. ഈ വിവരമറിഞ്ഞപ്പോൾ യൂസുഫ് പറഞ്ഞു, അത് ഞാൻ അങ്ങനെ ചെയ്തത് തന്റെ ആ സാന്നിധ്യത്തിൽ തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ലെന്നും വഞ്ചകരുടെ കുതന്ത്രത്തെ അള്ളാഹു വിജയത്തിലേക്ക് നയിക്കുകയില്ലെന്നും അദ്ദേഹം അറിയാൻ വേണ്ടിയാണ്. أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. കുറ്റങ്ങളിൽ നിന്ന് എന്റെ മനസ്സിനെ ഞാൻ ഒഴിവാക്കുന്നില്ല. തീർച്ചയായും മനുഷ്യ മനസ്സ് തിന്മ ചെയ്യാൻ വളരെയേറെ പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. എന്റെ റബ്ബ് അനുഗ്രഹിച്ച മനസ്സൊഴികെ തീർച്ചയായും എന്റെ റബ്ബ് ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. وقال الملك ائتوني به أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين. രാജാവ് കൽപ്പിച്ചു, അദ്ദേഹത്തെ എന്റെ സന്നിധിയിൽ കൊണ്ടുവരിക, ഞാൻ അദ്ദേഹത്തെ എന്റെ സ്വന്തം ഉപദേഷ്ടാവായി നിയമിക്കട്ടെ. അങ്ങനെ അദ്ദേഹം വന്നു രാജാവുമായി സംസാരിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, നിശ്ചയമായും താങ്കൾ ഇന്ന് നമ്മുടെ അടുക്കൽ ഉന്നത സ്ഥാനക്കാരനും ഏറെ വിശ്വസ്തനുമാണ്. قال اجعلني على خزائن الأرض إني حفيظ عليم.
യൂസുഫ് പറഞ്ഞു, ഈ നാട്ടിലെ ഖജനാവുകളുടെ മേൽ എന്നെ അധികാരപ്പെടുത്തുക. തീർച്ചയായും ഞാൻ ശരിക്ക് സൂക്ഷിച്ച് സംരക്ഷിക്കുന്നവനും അതിനെക്കുറിച്ച് വേണ്ടതെല്ലാം അറിയുന്നവനുമാണ്. وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين. അങ്ങനെ അതിനെക്കുറിച്ച് ആ നാട്ടിൽ തനിക്ക് ഇഷ്ടമുള്ള എവിടെയും താമസിക്കത്തക്ക വിധം നാം യൂസുഫ് നബിക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ അനുഗ്രഹം നാം എത്തിച്ചു കൊടുക്കുന്നു. നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം നാം ഒരിക്കലും പാഴാക്കുകയില്ല. وَلَأَجْرُ الْآخِرَةِ خَيْرٌ لِّلَّذِينَ آمَنُوا وَكَانُوا يَتَّقُونَ. സത്യത്തിൽ വിശ്വസിക്കുകയും സൂക്ഷിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത് പരലോക പ്രതിഫലമാണ്. وَجَاءَ إِخْوَةُ يُوسُفَ فَدَخَلُوا عَلَيْهِ فَعَرَفَهُمْ وَهُمْ لَهُ مُنكِرُونَ. യൂസുഫിന്റെ സഹോദരന്മാർ ക്ഷാമം നിമിത്തം ഈജിപ്തിൽ വരികയും അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അവരെ മനസ്സിലാക്കി, അദ്ദേഹത്തെ അവർക്ക് മനസ്സിലായതുമില്ല. وَلَمَّا جَهَّزَهُم بِجَهَازِهِمْ قَالَ ائْتُونِي بِأَخٍ لَّكُم مِّنْ أَبِيكُمْ أَلَا تَرَوْنَ أَنِّي أُوفِي الْكَيْلَ وَأَنَا خَيْرُ الْمُنزِلِينَ. അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കിക്കഴിഞ്ഞപ്പോൾ യൂസുഫ് പറഞ്ഞു, നിങ്ങളുടെ പിതാവൊത്ത സഹോദരനെ കൂടി നിങ്ങൾ എന്റെ സന്നിധിയിൽ കൊണ്ടുവരണം. ഞാൻ ധാന്യങ്ങളുടെ അളവ് പൂർത്തിയാക്കി തരുന്നതും അതിഥികളെ നന്നായി സൽക്കരിക്കുന്നവനാണ് എന്നതും നിങ്ങൾ കാണുന്നില്ലേ? فَإِن لَّمْ تَأْتُونِي بِهِ فَلَا كَيْلَ لَكُمْ عِندِي وَلَا تَقْرَبُونَ. എന്റെ അടുത്തേക്ക് നിങ്ങൾ ഇനി അവനെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ പക്കൽ നിങ്ങൾക്ക് ധാന്യം തന്നെയില്ല. നിങ്ങൾ എന്നെ സമീപിക്കുകയുമരുത്. قَالُوا سَنُرَاوِدُ عَنْهُ أَبَاهُ وَإِنَّا لَفَاعِلُونَ. അവർ മറുപടി പറഞ്ഞു, അവന്റെ പിതാവിനോട് അവനെ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. തീർച്ചയായും ഞങ്ങൾ അത് ചെയ്യും. وَقَالَ لِفِتْيَانِهِ جَعَلُوا بِضَاعَتَهُمْ فِي رِحَالِهِمْ لَعَلَّهُمْ يَعْرِفُونَهَا إِذَا انقَلَبُوا إِلَى أَهْلِهِمْ لَعَلَّهُمْ يَرْجِعُونَ. യൂസുഫ് തന്റെ ബാല്യക്കാരോട്, തൊഴിലാളികളോട് കൽപ്പിച്ചു, അവർ തന്ന വില അവരുടെ ചരക്കുകളിൽ തന്നെ വെക്കുക. അവർ സ്വന്തം കുടുംബത്തിൽ തിരിച്ചെത്തിയാൽ അത് മനസ്സിലാക്കുകയും അവർ മടങ്ങി വരികയും ചെയ്തേക്കാം. فَلَمَّا رَجَعُوا إِلَى أَبِيهِمْ قَالُوا يَا أَبَانَا مُنِعَ مِنَّا الْكَيْلُ فَأَرْسِلْ مَعَنَا أَخَانَا نَكْتَلْ وَإِنَّا لَهُ لَحَافِظُونَ. തങ്ങളുടെ പിതാവിന്റെ അടുത്ത് മടങ്ങിയെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് അളവ് ധാന്യം തടയപ്പെട്ടു. അതിനാൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഹോദരനെ ബിന്യാമീനെ അയച്ചു തരിക. എങ്കിൽ ഞങ്ങൾക്ക് ധാന്യം അളന്നു കിട്ടും. തീർച്ചയായും ശരിക്ക് ഞങ്ങളവനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തുകൊള്ളാം. قَالَ هَلْ آمَنُكُمْ عَلَيْهِ إِلَّا كَمَا أَمِنتُكُمْ عَلَى أَخِيهِ مِنْ قَبْلُ فَاللَّهُ خَيْرٌ حَافِظًا وَهُوَ أَرْحَمُ الرَّاحِمِينَ. യാക്കൂബ് നബി പറഞ്ഞു, ഇതിനു മുമ്പ് ഇവന്റെ സഹോദരൻ യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ വിശ്വസിച്ചതുപോലെയല്ലാതെ ഇവന്റെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ വിശ്വസിക്കുമോ? ആവട്ടെ, കൊണ്ടുപോയിക്കൊള്ളുക. എന്നാൽ ഏറ്റവും നല്ല സംരക്ഷകൻ അല്ലാഹുവാണ്. അവൻ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനുമാകുന്നു. وَلَمَّا فَتَحُوا مَتَاعَهُمْ وَجَدُوا بِضَاعَتَهُمْ رُدَّتْ إِلَيْهِمْ قَالُوا يَا أَبَانَا مَا
الذي هذه بضاعتنا ردت إلينا ونمير أهلنا ونحفظ أخانا ونزداد كيل بعير ذلك كيل يسير. അങ്ങനെ അവർ തങ്ങളുടെ സാധനങ്ങൾ തുറന്നു നോക്കിയപ്പോൾ കൊടുത്ത വില തങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകപ്പെട്ടതായി അവർ കണ്ടു. അവർ പറഞ്ഞു, അല്ലയോ ഞങ്ങളുടെ പിതാവേ, ഇതിനപ്പുറം നമുക്ക് എന്താണ് വേണ്ടത്? ഇത് നമ്മുടെ ചരക്ക്, അതിന്റെ വില നമുക്ക് തന്നെ തിരിച്ചു നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങ് സഹോദരനെ കൂടി അയക്കുന്ന പക്ഷം നമ്മുടെ കുടുംബത്തിന് ഞങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുവരാം, ഞങ്ങളുടെ സഹോദരനെ കാത്തുരക്ഷിക്കുകയും ചെയ്തു കൊള്ളാം. ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്നത്ര ധാന്യം നമുക്ക് അധികം ലഭിക്കുകയും ചെയ്യും. അത് രാജാവിന് നിസ്സാരമായ അളവാകുന്നു. قال لن أرسله معكم حتى تؤتون موثقا من الله لتأتونني به إلا أن يحاط بكم فلما آتوه موثقهم قال الله على ما نقول وكيل. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ വല്ല ആപത്തും വലയം ചെയ്താലല്ലാതെ അവനെ മടക്കിക്കൊണ്ടുവരുമെന്ന് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ഉറപ്പു തരുന്നതുവരെ തീർച്ചയായും ഞാൻ അവനെ നിങ്ങളുടെ കൂടെ അയക്കുകയില്ല. അങ്ങനെ അവർ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം പറയുന്ന ഈ കാര്യത്തിന് അള്ളാഹു സാക്ഷിയാണ്. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. അദ്ദേഹം നിർദ്ദേശിച്ചു, എന്റെ മക്കളെ, നിങ്ങൾ കൊട്ടാരത്തിലേക്ക് ഒരു കവാടത്തിലൂടെ പ്രവേശിക്കരുത്, വിവിധ കവാടങ്ങളിലൂടെ പ്രവേശിക്കുക. അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യവും നിങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ എനിക്ക് കഴിയുകയില്ല. അധികാരശക്തി അള്ളാഹുവിൽ മാത്രമുള്ളതാണ്. അവനിൽ ഞാൻ എല്ലാം ഭരമേൽപ്പിക്കുന്നു. ഭരമേൽപ്പിക്കുന്നവരെല്ലാം ഭരമേൽപ്പിക്കേണ്ടതും അവനെ തന്നെ. ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. അവരുടെ പിതാവ് കൽപ്പിച്ച അതേ രൂപത്തിൽ അവർ പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് യാതൊന്നിനെയും അവരിൽ നിന്ന് അത് തടഞ്ഞില്ല. തന്റെ ഹൃദയത്തിൽ യാക്കൂബ് കരുതിയ ഒരാഗ്രഹമൊഴികെ തീർച്ചയായും നാം പഠിപ്പിച്ചു കൊടുത്ത ജ്ഞാനസമ്പന്നനാണ് അദ്ദേഹം. പക്ഷെ അധികം ആളുകളും അറിയുന്നില്ല. ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون. അവർ യൂസുഫിനടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം തന്റെ സഹോദരനെ തന്നിലേക്ക് അണച്ചുകൂട്ടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ് നിന്റെ സഹോദരൻ യൂസുഫ്. അതിനാൽ അവർ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റി നീ നിരാശപ്പെടണ്ട. فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. സാധനങ്ങളുമായി അവരെ യാത്രയൊരുക്കിയപ്പോൾ അദ്ദേഹം യൂസുഫ് അളവ് പാത്രം തന്റെ സഹോദരന്റെ കെട്ടിലാക്കി വെച്ചു. പിന്നെ അവർ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ വിളിച്ചു പറയുന്ന ഒരാൾ പറഞ്ഞു, അല്ലയോ യാത്ര സംഘക്കാരെ, തീർച്ചയായും നിങ്ങൾ കള്ളന്മാർ തന്നെയാണ്. قالوا وأقبلوا عليهم ماذا تفقدون. അപ്പോൾ ഇവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അവർ ചോദിച്ചു, നിങ്ങൾക്കെന്താണ് നഷ്ടപ്പെട്ടത്?
قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم. അവർ മറുപടി നൽകി, രാജാവിന്റെ അളവുപാത്രമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അത് കൊണ്ടുവരുന്നവന് ഒരൊട്ടകം ചുമക്കുന്നത്ര ധാന്യം സമ്മാനമായി നൽകുന്നതാണ്. ഞാനത് ഏറ്റിരിക്കുന്നു. قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين. അവർ മറുപടി പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, നിങ്ങൾക്കറിയാം ഞങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നിട്ടില്ല, ഞങ്ങൾ മോഷ്ടാക്കളായിരുന്നിട്ടുമില്ല എന്ന്. قالوا فما جزاؤه إن كنتم كاذبين. അവർ ചോദിച്ചു, നിങ്ങൾ പറയുന്നത് അസത്യമാണെന്ന് തെളിഞ്ഞാൽ അപ്പോൾ അതിനെന്താണ് ശിക്ഷ നൽകേണ്ടത്? قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين. അവർ പറഞ്ഞു, അതിനുള്ള ശിക്ഷ ആരുടെ ഭാണ്ഡത്തിൽ നിന്ന് അത് കണ്ടുകെട്ടിയോ അവൻ തന്നെയാണ്, അതാണ് ആ കളവിനുള്ള ശിക്ഷ. അങ്ങനെയാണ് അക്രമികൾക്ക് ഞങ്ങൾ ശിക്ഷ നൽകാറുള്ളത്. فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم. അങ്ങനെ അദ്ദേഹം തന്റെ സഹോദരന്റെ ഭാണ്ഡം പരിശോധിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ ഭാണ്ഡം പരിശോധിച്ചു തുടങ്ങി. പിന്നെ തന്റെ സഹോദരന്റെ ബിനിയാമീന്റെ ഭാണ്ഡത്തിൽ നിന്ന് അളവുപാത്രം പുറത്തെടുത്തു. ഇപ്രകാരം യൂസുഫ് നബിക്ക് നാം തന്ത്രം പഠിപ്പിച്ചു കൊടുത്തു. രാജാവിന്റെ മതനിയമമനുസരിച്ച് തന്റെ സഹോദരനെ പിടിച്ചുവെക്കാൻ കഴിയുമായിരുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചതിനാൽ മാത്രമാണ് അതിന് കഴിഞ്ഞത്. നാം ഇച്ഛിക്കുന്നവരുടെ പദവികൾ നാം ഉയർത്തുന്നു. എല്ലാ ജ്ഞാനികൾക്കും മീതെ സർവജ്ഞനുണ്ട്. فأسرها يوسف في نفسه ولم يبدها لهم قال أنتم شر مكانا والله أعلم بما تصفون. അവർ സഹോദരന്മാർ പറഞ്ഞു, ഇവൻ കട്ടുവെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. മുമ്പ് ഇവന്റെ ഒരു സഹോദരനും കട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസുഫ് തന്റെ മനസ്സിൽ മറച്ചുവെച്ചു. അവരോട് അദ്ദേഹം അത് വ്യക്തമാക്കിയില്ല. അതായത് മനസ്സാ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണ് മോശമായ സ്ഥാനത്ത് നിലകൊള്ളുന്നത്. നിങ്ങൾ വിശേഷിപ്പിച്ചതിനെപ്പറ്റി അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. قالوا يا أيها العزيز إن له أبا شيخا كبيرا فخذ أحدنا مكانه إنا نراك من المحسنين. അവർ പറഞ്ഞു, അല്ലയോ അസീസ്, ഇവന് വയോവൃദ്ധനായ ഒരു പിതാവുണ്ട്. അതിനാൽ ഇവന് പകരം ഞങ്ങളിൽ ഒരാളെ പിടിച്ചുവെച്ചാലും തീർച്ചയായും അങ്ങയെ സുഹൃതം ചെയ്യുന്നവരിൽ ഒരാളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. قال معاذ الله أن نأخذ إلا من وجدنا متاعنا عنده إنا إذا لظالمون. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സാധനം ആരുടെ പക്കൽ നിന്ന് ഞങ്ങൾ കണ്ടെടുത്തുവോ അവനെയല്ലാതെ മറ്റൊരാളെ പിടികൂടുന്നതിൽ നിന്നും നാം അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ അക്രമികളായി തീരും. فلما استيئسوا منه خلصوا نجيا قال كبيرهم ألم تعلموا أن أباكم قد أخذ عليكم موثقا من الله ومن قبل ما فرطتم في يوسف
فلن أبرح الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين. അങ്ങനെ അവനെപ്പറ്റി നിരാശയായപ്പോൾ അവർ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് കൂടിയാലോചന നടത്തി. അവരിൽ മൂത്തവൻ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ പിതാവ് ബിന്യാമീന്റെ കാര്യത്തിൽ തീർച്ചയായും അള്ളാഹുവിന്റെ പേരിൽ നിങ്ങളിൽ നിന്നും പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ട്. മുമ്പ് യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതിനാൽ എനിക്ക് എന്റെ പിതാവ് അനുമതി തരികയോ അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് അനുകൂലമായി തീരുമാനം നൽകുകയോ ചെയ്യുവോളം ഞാൻ ഈ രാജ്യം വിട്ടു പോവുകയില്ല തന്നെ. വിധിക്കുന്നവരിൽ വെച്ച് ഏറ്റവും നീതിപൂർവം വിധിക്കുന്നവനുമാണല്ലോ അള്ളാഹു. أبيكم فقولوا يا أبانا إن ابنك سرق وما شهدنا إلا بما علمنا وما كنا للغيب حافظين. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. എന്നിട്ട് അദ്ദേഹത്തോട് പറയുക, ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പുത്രൻ മോഷണം നടത്തി. തീർച്ചയായും ഞങ്ങൾ ശരിക്ക് അറിഞ്ഞതുകൊണ്ടല്ലാതെ ഞങ്ങൾ അവനെതിരെ സാക്ഷി പറയുന്നില്ല. അദൃശ്യകാര്യങ്ങൾ സൂക്ഷിക്കുന്നവരായിട്ടില്ലല്ലോ ഞങ്ങൾ. واسأل القرية التي كنا فيها والعير التي أقبلنا فيها وإنا لصادقون. ഞങ്ങളുണ്ടായിരുന്ന നാട്ടിലും ഇങ്ങോട്ട് പോരുമ്പോൾ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന യാത്രാസംഘത്തോടും അങ്ങ് ചോദിച്ചു നോക്കുക. തീർച്ചയായും ഞങ്ങൾ സത്യമാണ് പറയുന്നത്. قال بل سولت لكم أنفسكم أمرا فصبر جميل عسى الله أن يأتيني بهم جميعا إنه هو العليم الحكيم. അങ്ങനെ അവർ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ യാക്കൂബ് നബി പറഞ്ഞു, അല്ല, എന്തോ ഒരു കാര്യം ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സുകൾ പ്രേരിപ്പിച്ചു. അത് വളരെ നല്ലതായി നിങ്ങൾക്ക് തോന്നി. അതിനാൽ ഭംഗിയായി ക്ഷമിക്കുക തന്നെ. അള്ളാഹു അവരെ മുഴുവൻ എന്നിലേക്ക് ഒരു ദിവസം കൊണ്ടുവന്നേക്കാം. തീർച്ചയായും അവൻ സർവജ്ഞനും മഹായുക്തിമാനുമാകുന്നു. وتولى عنهم وقال يا أسفا على يوسف وابيضت عيناه من الحزن فهو كظيم. അദ്ദേഹം അവരിൽ നിന്നും മാറിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, യൂസുഫിനെ കുറിച്ചുള്ള എന്റെ ദുഃഖമേ എന്ന് പറഞ്ഞു കരയുകയും ചെയ്തു. അങ്ങനെ ദുഃഖം മൂലം കണ്ണുകൾ കരഞ്ഞു വെള്ള നിറമായി. ദുഃഖം കടിച്ചമർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. قالوا تالله تفتأ تذكر يوسف حتى تكون حرضا أو تكون من الهالكين. അവർ മക്കൾ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, താങ്കൾ ക്ഷീണിച്ചു മരിക്കാറാകുകയോ അല്ലെങ്കിൽ മരിച്ചുപോയവരിൽപ്പെട്ടവനാകുന്നതുവരെ യൂസുഫിനെ ഓർത്തുകൊണ്ടേയിരിക്കും. കഷ്ടം. قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ദുഃഖവും വേദനയും അള്ളാഹുവോട് മാത്രമാണ് ബോധിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിങ്കൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട്. يا بني يذهبوا فتحسسوا من يوسف وأخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. എന്റെ മക്കളെ, നിങ്ങൾ പോകൂ. അങ്ങനെ യൂസുഫിനെയും അവന്റെ സഹോദരനെയും പറ്റി സൂക്ഷ്മാന്വേഷണം നടത്തുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിരാശരാവരുത്. തീർച്ചയായും സത്യനിഷേധികളായ ജനങ്ങൾ മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിരാശരാവുകയുള്ളൂ. فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوف لنا الكيل وتصدق علينا إن الله يجزي المتصدقين.
അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ യൂസുഫിന്റെ സന്നിധിയിൽ വീണ്ടും പ്രവേശിച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ലയോ അസീസ്, ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുക്കളെയും ദുരിതം ബാധിച്ചിരിക്കുന്നു. ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അല്പം വില മാത്രമാണ്. എന്നാൽ ഞങ്ങൾക്ക് അളവ് പൂർത്തിയാക്കി തരികയും ഞങ്ങൾക്ക് ധർമ്മം തരികയും വേണം. തീർച്ചയായും ധർമ്മം നൽകുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ അറിവില്ലാത്തവരായിരുന്ന ഘട്ടത്തിൽ യൂസുഫിനെ കൊണ്ടും അവന്റെ സഹോദരനെ കൊണ്ടും എന്തെല്ലാം ചെയ്തുവെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? قالوا أئنك لأنت يوسف قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين അവർ ചോദിച്ചു, അവിടുന്ന് തന്നെയാണോ യൂസുഫ്? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് യൂസുഫ്, ഇതെന്റെ സഹോദരനുമാണ്. അള്ളാഹു തീർച്ചയായും ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. തീർച്ചയായും ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത്, അത്തരം സുകൃതം ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല. قالوا تالله لقد آثرك الله علينا وإن كنا لخاطئين അവർ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. അള്ളാഹു താങ്കളെ ഞങ്ങളെക്കാൾ ഉത്തമനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ കുറ്റക്കാർ തന്നെയാണ്. قال لا تثريب عليكم اليوم يغفر الله لكم وهو أرحم الراحمين അദ്ദേഹം യൂസുഫ് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ പേരിൽ എനിക്ക് യാതൊരു ആക്ഷേപവുമില്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അവൻ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാകുന്നു. اذهبوا بقميصي هذا فألقوه على وجه أبي يأت بصيرا وأتوني بأهلكم أجمعين നിങ്ങൾ എന്റെ കുപ്പായവുമായി പോകുകയും അത് എന്റെ പിതാവിന്റെ മുഖത്ത് വച്ചു കൊടുക്കുകയും ചെയ്യുക. എന്നാൽ അദ്ദേഹം കാഴ്ചയുള്ളവനാകും. നിങ്ങളെല്ലാവരും കുടുംബസമേതം എന്റെ അടുത്തേക്ക് വരികയും ചെയ്യുക. ولما فصلت العير قال أبوهم إني لأجد ريح يوسف لولا أن تفندون യാത്രാസംഘം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു, തീർച്ചയായും യൂസുഫിന്റെ വാസന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്നെ പടുവിഡ്ഢിയാക്കുന്നില്ലെങ്കിൽ ഇത് വിശ്വസിക്കുമായിരുന്നു. قالوا تالله إنك لفي ضلالك القديم അവർ കുടുംബത്തിലുള്ളവർ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെ സത്യം, തീർച്ചയായും താങ്കൾ ഇപ്പോഴും പഴയ പിഴവിൽ തന്നെയാണ്. فلما أن جاء البشير ألقاه على وجهه فارتد بصيرا قال ألم أقل لكم إني أعلم من الله ما لا تعلمون അങ്ങനെ സന്തോഷ വാർത്തക്കാരൻ വന്നപ്പോൾ അത് ആ കുപ്പായം അദ്ദേഹത്തിന്റെ മുഖത്ത് വെച്ചപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കറിവില്ലാത്തതും തീർച്ചയായും ഞാൻ അറിയുന്നുണ്ടെന്ന് നിങ്ങളോടും ഞാൻ പറഞ്ഞിട്ടില്ലേ? قالوا يا أبانا استغفر لنا ذنوبنا إنا كنا خاطئين അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും തീർച്ചയായും ഞങ്ങൾ പാപികളായി പോയിരിക്കുന്നു. قال سوف أستغفر لكم ربي إنه هو الغفور الرحيم അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നീട് നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊള്ളാം. തീർച്ചയായും അവൻ ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനും തന്നെയാണ്. فلما دخلوا على يوسف آوى إليه أبويه وقال ادخلوا مصر إن شاء الله آمنين അങ്ങനെ യൂസുഫിനടുത്ത് അവർ
കുടുംബസമേതം കടന്നു ചെന്നപ്പോൾ അദ്ദേഹം തന്റെ മാതാപിതാക്കളെ തന്നിലേക്ക് അണച്ചു ചേർത്തു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നിർഭയരായി നിങ്ങൾ ഈജിപ്തിലേക്ക് കടന്നു വരുവിൻ. ورفع أبويه على العرش وخروا له سجدا وقال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذ أخرجني من السجن وجاء بكم من البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم. അദ്ദേഹം തന്റെ മാതാപിതാക്കളെ സിംഹാസനത്തിലിരുത്തി. അവർ അദ്ദേഹത്തിന് തലകുനിച്ചു വീണു. യൂസുഫ് പറഞ്ഞു, എന്റെ പിതാവേ, ഞാൻ മുമ്പ് കണ്ട സ്വപ്നത്തിന്റെ പുലർച്ചയാണിത്. എന്റെ റബ്ബ് തീർച്ചയായും അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോഴും അവൻ എനിക്ക് നന്മ ചെയ്തു. എനിക്കും എന്റെ സഹോദരന്മാർക്കുമിടയിൽ പിശാച് കുഴപ്പമുണ്ടാക്കിയതിനു ശേഷം നിങ്ങളെ അള്ളാഹു മലഞ്ചെരുവിൽ നിന്നും കൊണ്ടുവരികയും ചെയ്തു. തീർച്ചയായും എന്റെ റബ്ബ് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ കൃപാലുവാണ്. തീർച്ചയായും അവൻ സർവജ്ഞനും മഹായുക്തിമാനുമാകുന്നു. رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. എന്റെ റബ്ബേ, നീ എനിക്ക് ആധിപത്യം നൽകുകയും എനിക്ക് നീ സ്വപ്നവ്യാഖ്യാനം പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹുവേ, ഇഹലോകത്തും പരലോകത്തും നീയാണ് എന്റെ രക്ഷാധികാരി. എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളോട് ചേർക്കുകയും ചെയ്യണമേ എന്ന് യൂസുഫ് നബി പ്രാർത്ഥിച്ചു. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ أجمعوا أمرهم وهم يمكرون. ഇത് അദൃശ്യ വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ്. നാം താങ്കൾക്കിത് ബോധനം നൽകിയതാണിത്. അവർ കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഒത്തുചേർന്ന് അവരുടെ കാര്യം തീരുമാനിക്കുമ്പോൾ അവരുടെ അടുത്ത് താങ്കൾ ഉണ്ടായിരുന്നില്ലല്ലോ. وما أكثر الناس ولو حرصت بمؤمنين. താങ്കൾ എത്ര വിചാരിച്ചാലും അധികം ആളുകളും സത്യവിശ്വാസികളാവുകയില്ല. وما تسألهم عليه من أجر إن هو إلا ذكر للعالمين. പ്രബോധന പ്രവർത്തനങ്ങൾക്ക് യാതൊരു കൂലിയും താങ്കൾ അവരോട് ആവശ്യപ്പെടുന്നില്ല. ഇത് ഖുർആൻ ലോക ജനതയ്ക്കുള്ള ഉദ്ബോധനം മാത്രമാകുന്നു. وكأين من آية في السماوات والأرض يمرون عليها وهم عنها معرضون. ആകാശഭൂമികളിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണുള്ളത്. അതിന്മേലവർ നടന്നുപോകുന്നു, എന്നാൽ അവർ ആ ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ചു കളയുകയാണ്. وما يؤمن أكثرهم بالله إلا وهم مشركون. അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനോട് മറ്റു വസ്തുക്കളെ പങ്കുചേർത്തുകൊണ്ടല്ലാതെ. أفأمنوا أن تأتيهم غاشية من عذاب الله أو تأتيهم الساعة بغتة وهم لا يشعرون. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ വലയം ചെയ്യുന്നത് അവരിൽ വന്നുകൂടുകയോ അല്ലെങ്കിൽ അവർ അറിയാതെ പെട്ടെന്ന് അന്ത്യദിനം അവരിൽ വന്നെത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് അവർ നിർഭയരായിരിക്കുന്നുവോ? قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. പറയുക, ഇതാണ് എന്റെ മാർഗം, ഞാനും എന്നെ അനുഗമിച്ചവരും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ്. അള്ളാഹു എത്ര പരിശുദ്ധൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല. وما
أرسلنا من قبلك إلا رجالا نوحي إليهم من أهل القرى أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم ولدار الآخرة خير للذين اتقوا أفلا تعقلون. താങ്കൾക്ക് മുമ്പും പട്ടണവാസികളിൽപ്പെട്ട പുരുഷന്മാരെ തന്നെയാണ് നാം റസൂലുകളായി നിയോഗിച്ചിരുന്നത്. അവർക്ക് സത്യനിഷേധികൾ നാം ബോധനം നൽകിക്കൊണ്ടിരുന്നു. അവർ ഭൂമിയിൽ സഞ്ചരിക്കുകയും തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുകയും ചെയ്യുന്നില്ലേ? സൂക്ഷിച്ചു ജീവിക്കുന്നവർക്ക് പരലോകമാണുത്തമം. നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുന്നില്ലേ? حتى إذا استيأس الرسل وظنوا أنهم قد كذبوا جاءهم نصرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين. പൂർവ്വ സമുദായങ്ങൾ നിഷേധിച്ചപ്പോൾ ഉടനടി ശിക്ഷിച്ചിരുന്നില്ല. അങ്ങനെ അവരെക്കുറിച്ച് മുർസലുകൾ നിരാശരാവുകയും തങ്ങളോട് ദൈവദൂതന്മാർ പറഞ്ഞിരുന്നതെല്ലാം കള്ളമായിരുന്നുവെന്ന് ജനങ്ങൾക്ക് തോന്നിക്കഴിയുകയും ചെയ്തപ്പോൾ നമ്മുടെ സഹായം അവർക്ക് വന്നു കിട്ടി. അങ്ങനെ നാം ഉദ്ദേശിക്കുന്നവർക്ക് രക്ഷ ലഭിച്ചു. കുറ്റവാളികളിൽ നിന്ന് നമ്മുടെ ശിക്ഷ തട്ടിമാറ്റപ്പെടുകയില്ല. لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. നിശ്ചയമായും അവരുടെ പ്രവാചകന്മാരുടെയും സമുദായങ്ങളുടെയും ചരിത്രങ്ങളിൽ ബുദ്ധിജീവികൾക്ക് മഹത്തായ പാഠമുണ്ട്. ഇത് ഖുർആൻ കെട്ടിച്ചമയ്ക്കപ്പെട്ട കാര്യമല്ല, പക്ഷേ ഇത് ഇതിനു മുമ്പുള്ളവയെ ശരിവെക്കുന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നതും മാർഗദർശകവും സത്യവിശ്വാസികൾക്ക് കാരുണ്യവുമാകുന്നു.